നമസ്കാരം. അപ്പോൾ നമ്മൾ സ്കാമേഴ്സിൻ്റെ തന്നെ വീഡിയോ ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ 2 പുതിയ സ്കാമേഴ്സിനെയും കൂടി പിടിയിട്ടുണ്ട്. ഒരാളെയും കൂടി നമ്മുടെ മെമ്പർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഞാൻ കണ്ടുപിടിച്ചതാണ്. ഏവിയേറ്ററിൽ തന്നെ 2 ഗ്രൂപ്പുകൾ. അതിൽ ഒരാൾ വളരെ മാന്യനാണ്. ഒരു ഗ്രൂപ്പിന് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അധികം വളരെ മാന്യമായിട്ട് നമ്മുടെ ഇന്ന് പൈസ ചോദിക്കുന്നു. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെയാണ് വളരെ കെഞ്ചി ചോദിക്കുന്ന, വളരെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു സ്കാമറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രസമാണ്. അദ്ദേഹം നമ്മുടെ എമൗണ്ട് ആവശ്യപ്പെടും. ആദ്യത്തെ പ്രൊസീജിയർ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു ആപ്പ് അയച്ചു തരും. മേ ബി ഏവിയേറ്റർ 4.0 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്പ് തരും. ആപ്പ് നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. എന്നിട്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ പറയും. ശരി, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പറയും ഇതിൻ്റെ കോഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊരു എനിക്ക് തോന്നുന്നത് 900-1000 എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ്. കാരണം ഞാൻ ഡയറക്റ്റ്ലി ചെല്ലുമ്പോൾ എനിക്ക് മിക്കവാറും ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നത് കുറേ അധികം ഗ്രൂപ്പുകൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്ത സൈറ്റ് തന്നെയുണ്ട്. എൻ്റെ ഒരു വിൻബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലുണ്ട്. അവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ടേക്കും ഓൾറെഡി. ഞാൻ ഓൾറെഡി കുറേ സാധനങ്ങളായിട്ട് അവിടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി തോന്നും എന്തായാലും എന്നെ അവിടെ ബ്ലോക്കഡാണ്. ഞാനവിടെ നിന്ന് 3-4 അക്കൗണ്ടിൽ നിന്നൊക്കെ ശ്രമിച്ചു നോക്കി, നടപടിയായില്ല. ഞാൻ എന്നിട്ട് VPN ഉപയോഗിച്ച് വേറെ വഴികൂടെയൊക്കെ ഇറങ്ങി നോക്കി, നടപടിയാവുന്നില്ല. അവർ കംപ്ലീറ്റ് ബ്ലോക്കാണ്. എനിവേ, അപ്പോൾ ഇദ്ദേഹം അങ്ങനെ നമ്മുടെ നിന്ന് പൈസ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു കോഡിങ്ങിൻ്റെ സാധനം തരും. കോഡിങ്ങിൻ്റെ വെച്ചാൽ നമ്മൾ C പ്രോഗ്രാമിൻ്റെ ഒക്കെ മോഡലത്തെ ഒരു കോഡിങ്ങിൻ്റെ സാധനം അയക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ സാധനം ആക്ടിവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റേറ്റിൽ മാറ്റം വന്നു, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എമൗണ്ടോട് കൂടുതൽ തരാൻ പറയും. എനിക്ക് വേണമെങ്കിൽ 2999. ഇവർ ഈ കണക്കുകൾ എപ്പോഴും അങ്ങനെയായിരിക്കും, ഫുൾ ഫിഗർ വെക്കില്ല. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പുള്ളി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പറയും ഇത് ആപ്പ് കംപ്ലീറ്റ്ലി റൺ ആകണമെങ്കിൽ നിങ്ങൾ ഒന്നോടെ പേ ചെയ്യണമെന്ന് പറയും. അങ്ങനെ പോകുന്ന ഒരാളുടെ ഗ്രൂപ്പാണ് ഈ കാണുന്നത്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഏവിയേറ്ററിൻ്റെ ഗ്രൂപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ പ്രഡിക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, ലൈവ് ടൈമിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പ്രൊസീജിയറിൽ ഞാനിപ്പോൾ 2 അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ 2 ഇവിടുത്തെ 2 നമ്പറിൽ നിന്ന് ഞാൻ അപ്രോച്ച് ചെയ്തു. ഒരു നമ്പറിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായതുകൊണ്ടാണ് എന്നെ കംപ്ലീറ്റ്ലി ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എനിക്ക് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്നിട്ട് ഞാൻ അടുത്ത ടെലിഗ്രാം അക്കൗണ്ട് അടുത്ത നമ്പറിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. ഇന്നലെ പുള്ളി വാട്സപ്പിലൊക്കെ വന്ന് പുള്ളി 999 ചോദിക്കുന്നു. അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്: ആപ്പ് അയച്ചു തരുന്നു. പഴയ ആളുടെ പോലെ തന്നെ ഒരു ആപ്പ് അയച്ചു തരുന്നു. ആപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ് സ്ക്രീൻഷോട്ട് ചെയ്യിക്കുന്നു. ശരി, അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് വർക്കിംഗ് അല്ല എന്ന് പറയും. അപ്പോൾ പുള്ളി പറയും അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു ഒരു വാചകമുണ്ട് പുള്ളിയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് പുള്ളി അപ്ഡേറ്റ് എന്തോ സാധനം പറഞ്ഞിട്ട് പുള്ളി ഒരു എമൗണ്ട് പറയും. ഓക്കെ, ആ എമൗണ്ട് പറഞ്ഞ് നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണേൽ പുള്ളി അതിന് ശേഷം നമ്മൾ ചോദിക്കും നിങ്ങളുടെ സിസ്റ്റം റൂട്ടഡ് ആണെന്ന് ചോദിക്കും. അതായത് നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്യുന്ന റൂട്ടിംഗ് ആണെന്ന് വയ്ക്കും. അപ്പോൾ ആണെന്നോ അല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മറ്റൊരു സിസ്റ്റം റൂട്ടഡ് ആണെന്നുള്ള സാധനം എടുത്ത് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ ഒരു അക്കൗണ്ടിൽ ഞാൻ സംസാരിച്ച പുള്ളിയോട് പറഞ്ഞു എൻ്റെ സിസ്റ്റം റൂട്ടഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ റൂട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളൊരു SL റോക്കറ്റോ എന്തോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. പുള്ളിക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറയുമ്പോൾ പുള്ളി എനിക്ക് 2500 മറ്റോ ചോദിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ അക്കൗണ്ട്. അതിനുശേഷം ഞാൻ പുള്ളീനെ മെസ്സേജ് നിങ്ങൾ സ്കാമേഴ്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ച് കഴിയുമ്പോൾ പുള്ളീനെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇത്തവണ ഞാൻ ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത അക്കൗണ്ടിൽ നിന്ന് അപ്രോച്ച് ചെയ്തു. ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ പുള്ളിയോട് പറഞ്ഞു എൻ്റെ സിസ്റ്റം റൂട്ടഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു റൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓർക്കോട്ടോ, ആദ്യത്തേൽ ഞാൻ റൂട്ടഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞു. ഇതിൽ റൂട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ അത് റൂട്ട് മാറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുപോലെ തന്നെ SL സാധനം എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പുറത്തെ ആളുടെ ഇടയ്ക്ക് വിട്ടു. SL കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോഡ് കിട്ടി ഇയാൾക്ക് കൊടുക്കുമ്പോൾ ഇയാൾ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടിയ എന്നിട്ട് പിന്നെ അന്നേരം ചോദിക്കും
നിങ്ങൾക്ക് പ്രീമിയം ആണോ വേണ്ടത്, സ്റ്റാൻഡേർഡ് ഹാക്കിംഗ് ആണോ വേണ്ടതെന്ന് ചോദിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്രീമിയം സ്റ്റാൻഡേർഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പുള്ളി പറയും, അയ്യോ ഈ പുള്ളിയുടെ കയ്യിലുള്ള ഇരിക്കുന്ന ആപ്പ് പ്രീമിയത്തിൻ്റെയാണ്, അതിലേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയും. ഇനി പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പറ്റുള്ളൂ എന്ന് പറയും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. ഇത് പലരുമായിട്ട് പല സ്റ്റേജിലൂടെ കടന്നുപോയ ആളുകളുടെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്തായാലും ബ്ലോക്ക് ചെയ്ത് സ്ഥിതിക്ക് പുള്ളി എന്നെ വീണ്ടും ആ ഏരിയയിലേക്ക് അടുപ്പിക്കില്ല. അപ്പോൾ അങ്ങനെ 2 ഏവിയേറ്റേഴ്സിൻ്റെ ഹാക്കേഴ്സ് ഉണ്ട്. ഇനി അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരാൾ വളരെ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്ക്രീൻ സാധനങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നു പറയുന്ന മൊമെൻറ്റിൽ തന്നെ പുള്ളി ഇത് കംപ്ലീറ്റ്ലി റേസ് ചെയ്ത് കളഞ്ഞു. ഒരു ഓട്ടോ ഡിലീറ്റ് പെട്ടപ്പെട്ടാന്ന് സാധനങ്ങൾ കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ടാകും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഗെയിം മറ്റ് കാര്യങ്ങളൊക്കെ കളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കളിക്കുന്നത് തന്നെ അപകടകരമാണ്. കാരണം പൈസ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോലും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ക്യാഷ് ആവശ്യപ്പെട്ടാൽ ദയവ് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കരുത്. അയച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലെ ക്യാഷ് പോകും. അത് തന്നെയാണ് പറയാനുള്ളൂ, ഉറപ്പായിട്ടും കയ്യിലെ ക്യാഷ് പോകും. അപ്പോൾ നമുക്ക് പുതിയ ഒരു എറേനയും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ തന്നെ എനിക്ക് അയച്ചതെന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് താങ്ക്സ് ചെയ്യാൻ എപ്പോഴും പറയുകയാണ്. കാരണം അദ്ദേഹമാണ് എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.